പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമസ്കാരം. കോവിഡ് എന്ന മഹാമാരിയെ അതിജീവിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മളെല്ലാവരും. തീർച്ചയായും നമ്മളതിൽ വിജയിക്കുക തന്നെ ചെയ്യും. ഈ ഒരു അവസരത്തിൽ നിങ്ങളെല്ലാവരും വീട്ടിൽ സുരക്ഷിതരാണെന്ന് കരുതുന്നു. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. മറ്റുള്ള പാഠ്യവിഷയങ്ങളെല്ലാം തന്നെ ഓൺലൈനായി നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. വൊക്കേഷണൽ തിയറിയുടെ കുറേ ഭാഗങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. തിയറിയോടൊപ്പം തന്നെ കൊണ്ടുപോവേണ്ടതാണ് വൊക്കേഷണൽ പ്രാക്ടിക്കൽസ്. കഴിഞ്ഞ വർഷം പ്രാക്ടിക്കൽ ലാബിൽ വെച്ചും OJT സ്ഥാപനങ്ങളിൽ വെച്ചും നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും സാധിച്ചു. എന്നാൽ ഈ വർഷം ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയാണ് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാവുന്നതും പരിചയപ്പെടുന്നതും. സ്കൂൾ തുറക്കുന്ന മുറയ്ക്ക് വീണ്ടും ഈ പ്രൊസീജിയേഴ്സ് നിങ്ങൾക്ക് പരിചയപ്പെടാനും ലാബിൽ വെച്ച് ചെയ്ത് മനസ്സിലാക്കുവാനും സാധിക്കും. മൂന്നാമത്തെ മൊഡ്യൂളിലെ ആദ്യത്തെ യൂണിറ്റായിട്ട് ആദ്യത്തെ ടോപ്പിക്കായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഓറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിസിൻ ആണ്. ഒരു രോഗിക്ക് വായിലൂടെ മെഡിസിൻ കൊടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതാണ് ഓറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിസിൻ. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പത്തിൽ തീർക്കാവുന്ന ഒരു പ്രൊസീജിയർ അല്ല മരുന്ന് കൊടുക്കുക എന്നുള്ളത്. രോഗിയുടെ ജീവനുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യമായതിനാൽ വളരെ ശ്രദ്ധാപൂർവം വേണം ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ. നമ്മുടെ കയ്യിൽ നിന്നുണ്ടാവുന്ന ഒരു ചെറിയ പിഴവ് പോലും രോഗിയുടെ ജീവന് അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഏതൊരു നഴ്സിംഗ് പ്രൊസീജിയറും 4 ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒന്നാമത്തേത് അസസ്മെൻറ്റ്, രണ്ടാമത് പ്ലാൻ ഓഫ് ആക്ഷൻ, മൂന്നാമത്തേത് ഇംപ്ലിമെൻറ്റേഷൻ, നാലാമത് ഇവാലുവേഷൻ. ഓറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിസിനും ഈ 4 ഘട്ടങ്ങളിലൂടെ ഞാൻ പറയാൻ പോവുകയാണ്. ആദ്യം പേഷ്യൻ്റ് അസസ്മെൻറ്റ്. രോഗിക്ക് മരുന്ന് വായിലൂടെ എടുക്കാൻ സാധിക്കുമോ, പേഷ്യൻറ്റിന് വേറെ എന്തെങ്കിലും തരത്തിലുള്ള സഹായം അതിനാവശ്യമാണോ, നാസോഗ്യാസ്ട്രിക് ട്യൂബ് പോലെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഡിവൈസസ് അതിനാവശ്യമുണ്ടോ, പേഷ്യൻറ്റിന് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ ടോളറേറ്റ് ചെയ്യാൻ പറ്റുമോ, പേഷ്യൻറ്റിന് ഈ മെഡിസിനോട് എന്തെങ്കിലും പ്രത്യേകതരം അലർജീസ് ഉണ്ടോ, സൈഡ് എഫക്ട്സ് ഉണ്ടോ, ഈ കാര്യങ്ങളെല്ലാം അസസ് ചെയ്യുന്ന അതിനാണ് പേഷ്യൻ്റ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഘട്ടം പ്ലാൻ ഓഫ് ആക്ഷൻ. പ്ലാൻ ഓഫ് ആക്ഷനിൽ നമ്മൾ ഒരു പ്രൊസീജിയർ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നതാണ് പ്ലാൻ ഓഫ് ആക്ഷനിൽ വരുന്നത്. 3 തരം പ്രിപ്പറേഷൻസ് ഇതിന് ആവശ്യമാണ്. ഒന്നാമത്തേത് സെൽഫ് പ്രിപ്പറേഷൻ, രണ്ടാമത് പേഷ്യൻ്റ് പ്രിപ്പറേഷൻ, മൂന്നാമത് ആർട്ടിക്കിൾസ് പ്രിപ്പറേഷൻ. സെൽഫ് പ്രിപ്പറേഷനിൽ ഒരു നേഴ്സ് രോഗികൾക്ക് മെഡിസിൻ കൊടുക്കാൻ പോകുന്നതിന് മുൻപായിട്ട് പ്രൊസീജിയറിനെ കുറിച്ച് നല്ല അവബോധം ഉണ്ടായിരിക്കണം. പ്രൊസീജിയറിനെ കുറിച്ചും അതിൻ്റെ കോൺട്രാ ഇൻഡിക്കേഷൻസിനെ കുറിച്ചും നന്നായി അറിഞ്ഞിരിക്കണം. രണ്ടാമത്, ആദ്യമായാണ് ഒരു പ്രൊസീജിയർ പേഷ്യൻറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഒരു സീനിയർ നേഴ്സിൻ്റെ സൂപ്പർവിഷനിൽ ചെയ്യുന്നതായിരിക്കും നന്നാവുക. മൂന്നാമത്, പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും അസിസ്റ്റൻസിന് ഒരു ആളെ ആവശ്യമുണ്ടെങ്കിൽ നേരത്തെ തന്നെ കരുതിയിരിക്കുന്നത് നല്ലതാണ്. ഒരു പ്രൊസീജിയർ ചെയ്യുവാനായി പേഷ്യൻറ്റിൻ്റെ അരികിലേക്ക് നമ്മൾ പോകുന്നതിന് മുൻപായിട്ട് കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനൊരു സൂചന കൊടുക്കുന്നതും നല്ലതാണ്. അടുത്തതായിട്ട് പേഷ്യൻ്റ് പ്രിപ്പറേഷൻ. പേഷ്യൻ്റ് പ്രിപ്പറേഷനിൽ ഒന്നാമതായിട്ട് വരുന്നത് പേഷ്യൻറ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷനാണ്. പേഷ്യൻറ്റിനെ നാം തിരിച്ചറിയണം. രണ്ടാമത്, നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊസീജിയറിനെ കുറിച്ചുള്ള വിശദമായ ഒരു വിവരണം പേഷ്യൻറ്റിന് മുൻപേ കൊടുത്തിരിക്കണം. പേഷ്യൻറ്റിനെ സമ്മതം നമ്മൾ വാങ്ങേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ആരാണെന്ന് പേഷ്യൻറ്റിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും വേണം. ഏതൊരു പ്രൊസീജിയറും ചെയ്യുന്നതിന് മുമ്പ് പേഷ്യൻറ്റിൻ്റെ കൂടെയുള്ള റിലേറ്റീവ്സിനും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് പ്രൊസീജിയർ ചെയ്യുവാനും
വീട്ടിൽ നിന്ന് അവർക്കത് കണ്ടിന്യൂ ചെയ്യുവാനും വളരെ സഹായകമാകും. അടുത്തതായിട്ട് ആർട്ടിക്കിൾ പ്രിപ്പറേഷൻ. ഏതൊരു നഴ്സിംഗ് പ്രൊസീജിയർ ചെയ്യുന്നതും ഒരുപാട് ഉപകരണങ്ങൾ ഉപയോഗിച്ചായിരിക്കണം. ആർട്ടിക്കിൾസ് പ്രിപ്പറേഷനിൽ ഏത് പ്രൊസീജിയറാണോ ചെയ്യാൻ പോകുന്നത് അതിനുള്ള സാധനങ്ങളെല്ലാം ഒരു ക്ലീൻ ട്രേയിലാണ് നമ്മൾ എടുത്തു വെക്കുക. വൃത്തിയുള്ള ഒരു ട്രേയിൽ പേഷ്യൻറ്റിൻ്റെ അരികിൽ ചെന്ന് നമുക്ക് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം വൃത്തിയായിട്ട് എടുത്തു വെക്കണം. ക്ലീൻ ട്രേയിൽ ആവശ്യമായ സാധനങ്ങൾ വേറെയും സ്റ്റെറൈൽ ട്രേയിൽ ആവശ്യമായ സാധനങ്ങൾ വേറെയും വെക്കേണ്ടതാണ്. ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം അവയുടെ വർക്കിംഗ് കണ്ടീഷൻ ഗുഡ് ആണോ എന്ന് നഴ്സിംഗ് സ്റ്റേഷനിൽ വെച്ച് തന്നെ നോക്കി കറക്റ്റ് ആക്കിയതിന് ശേഷം മാത്രമേ രോഗിയുടെ അടുത്തേക്ക് പോകാനായിട്ട് പാടുള്ളൂ. ഇപ്പോൾ നമ്മൾ 2 ഘട്ടങ്ങൾ പരിചയപ്പെട്ടു: പേഷ്യൻ്റ് അസസ്മെൻറ്റ് ആൻഡ് പ്ലാൻ ഓഫ് ആക്ഷൻ. അടുത്തത് ഇംപ്ലിമെൻറ്റേഷനാണ്. പ്രൊസീജിയേഴ്സ് പേഷ്യൻറ്റിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അടുത്ത ഘട്ടം ഇവാലുവേഷൻ. പ്രൊസീജിയർ ചെയ്തിട്ട് രോഗിക്ക് അതുകൊണ്ട് ഗുണങ്ങളുണ്ടായോ അല്ലെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തെങ്കിലും രോഗികൾക്കുണ്ടായോ എന്ന് പരിശോധിക്കുന്നതിനാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. 4 ഘട്ടങ്ങൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു: അസസ്മെൻറ്റ്, പ്ലാൻ ഓഫ് ആക്ഷൻ, ഇംപ്ലിമെൻറ്റേഷൻ, ഇവാലുവേഷൻ. ഏതൊരു നഴ്സിംഗ് പ്രൊസീജിയറിലും ഈ 4 ഘട്ടങ്ങൾ നിർബന്ധമാണ്. അടുത്തതായി നമുക്ക് ഓറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിസിൻ്റെ പ്രാക്ടിക്കൽ സ്റ്റെപ്സിലൂടെ കടക്കാം. എന്താണ് ഓറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിസിൻ? ഓറൽ ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിസിൻ ത്രൂ മൗത്ത് ഫോർ പ്രൊഫൈലാക്റ്റിക് ആൻഡ് തെറാപ്യൂട്ടിക് എഫക്റ്റ്. ചികിത്സാ ഫലത്തിന് വേണ്ടിയോ പ്രതിരോധ ശക്തിക്ക് വേണ്ടിയോ ഒരു രോഗിക്ക് വായിലൂടെ മരുന്ന് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഓറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത്. ഓറൽ മെഡിക്കേഷൻ ഈസ് ദ അഡ്മിനിസ്ട്രേഷൻ പ്രോസസ് by which drugs are delivered by mouth through the alimentary canal. They can be either liquid or solid form. വായിലൂടെ മരുന്ന് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഓറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത്. ദ്രവരൂപത്തിലുള്ള മരുന്നാകാം, ഖരരൂപത്തിലുള്ള മരുന്നുമാവാം. ഓറൽ മെഡിസിൻ കൊടുക്കുന്നതിൻ്റെ ആവശ്യകതയും വായിലൂടെ മരുന്ന് നൽകാൻ പറ്റാത്ത സന്ദർഭങ്ങളും നമ്മൾ തിയറി ക്ലാസ്സുകളിൽ പഠിച്ചു കഴിഞ്ഞു. അടുത്തതായി ലിക്വിഡ് ഫോം അഥവാ ദ്രവരൂപത്തിലുള്ള മരുന്നുകൾ നൽകുമ്പോൾ കൃത്യമായ അളവുകൾ ലഭിക്കേണ്ടതിന് വേണ്ടി നാം ഉപയോഗിക്കുന്ന കുറച്ച് ടൂൾസ് പരിചയപ്പെടാം. ദ്രവരൂപത്തിലുള്ള മരുന്നുകൾ പേഷ്യൻറ്റിന് കൊടുക്കുമ്പോൾ അളവെടുക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന കപ്പിലെ ലോവർ മെനിസ്കസ് എന്താണെന്ന് നോക്കാം. ഇത്ര നേരം നമ്മൾ പഠിച്ചത് മെഡിസിൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ, അതായത് രോഗിക്ക് വേണ്ടി മരുന്ന് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അടുത്തത് രോഗിക്ക് മരുന്ന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് ജനറൽ ഇൻസ്ട്രക്ഷൻസ് വൈൽ അഡ്മിനിസ്ട്രിങ് മെഡിസിൻ. രോഗിയുടെ അടുത്ത് പോയി രോഗിക്ക് മെഡിസിൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അടുത്ത ഘട്ടത്തിൽ പറയാൻ പോകുന്നത്. ഒരു രോഗിക്ക് മരുന്ന് നൽകുമ്പോൾ പ്രിസ്ക്രിപ്ഷൻ അഥവാ മെഡിക്കേഷൻ ഓർഡർ, ഡോക്ടർ എഴുതുന്ന മരുന്നിൻ്റെ കുറിപ്പ് അത്യാവശ്യമാണ്. പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നഴ്സിന് ഒരിക്കലും രോഗിക്ക് മരുന്ന് കൊടുക്കുവാനുള്ള അധികാരം ഇല്ല. ഒരു പ്രിസ്ക്രിപ്ഷനിൽ, അതായത് ഡോക്ടർ എഴുതുന്ന മെഡിക്കേഷൻ ഓർഡറിൽ എന്തൊക്കെ ഘടകങ്ങൾ ആവശ്യമാണെന്ന് നോക്കാം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മെഡിസിൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ രോഗികൾക്ക് മെഡിസിൻ തയ്യാറാക്കുമ്പോൾ നഴ്സ് സ്വയം ഒരു മെഡിക്കേഷൻ കാർഡ് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. മെഡിക്കേഷൻ കാർഡിന് വേണ്ട അത്യാവശ്യ ഘടകങ്ങൾ, അതിൽ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് പേഷ്യൻറ്റിന് നഴ്സ് തയ്യാറാക്കുന്ന മെഡിക്കേഷൻ കാർഡ്. ഓറൽ മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് മുൻപായിട്ട്, അതായത് ഒരു രോഗിക്ക് വായിലൂടെ മെഡിസിൻ കൊടുക്കുന്നതിന് മുൻപായിട്ട് തയ്യാറാക്കുന്ന 3 ചെക്ക് ലിസ്റ്റുകൾ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തേത് പേഷ്യൻറ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷനും പേഷ്യൻറ്റിൻ്റെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ചെക്ക് ലിസ്റ്റും. രണ്ടാമത്തേത്
പേഷ്യൻറ്റിന് പ്രൊസീജിയർ ചെയ്യാൻ ആവശ്യമായ ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ടതുമാണ്. മൂന്നാമത്തെ ചെക്ക് ലിസ്റ്റ് പേഷ്യൻറ്റിന് പ്രൊസീജിയർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചെക്ക് ലിസ്റ്റ്. ഈ 3 ചെക്ക് ലിസ്റ്റുകളും നമുക്ക് പരിചയപ്പെടാം. ചെക്ക് ലിസ്റ്റ് ഫോർ മെഡിസിൻ അഡ്മിനിസ്ട്രേഷൻ. ചെക്ക് ലിസ്റ്റ് നമ്പർ 1. ഈ ചെക്ക് ലിസ്റ്റ് പേഷ്യൻറ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷനും പേഷ്യൻറ്റിൻ്റെ പ്രിപ്പറേഷനുമായിട്ട് റിലേറ്റഡ് ആണ്. ഏതൊരു നഴ്സിംഗ് പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോഴും തെറ്റുകൾ ഒഴിവാക്കുവാൻ വേണ്ടി നഴ്സ് തയ്യാറാക്കുന്നതാണ് ചെക്ക് ലിസ്റ്റുകൾ. ഇതിൽ ചെയ്യാൻ പോകുന്ന പ്രൊസീജിയറിൻ്റെ ഘട്ടങ്ങൾ എഴുതി അതിനു നേരെ ചെയ്തു കഴിഞ്ഞാൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും അടയാളപ്പെടുത്തേണ്ടതാണ്. നമുക്ക് ചെക്ക് ലിസ്റ്റ് 1 പരിചയപ്പെടാം. പേഷ്യൻറ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷനും പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട ചെക്ക് ലിസ്റ്റ്. Identify the patient by name, age, sex, IP number and diagnosis. പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യാം, തിരിച്ചറിയാം. ഭാവനയല്ലേ? എന്താ പേര്? ഭാവന. ഭാവന, 17 വയസ്സ്, IP നമ്പർ 11961. Explain the procedure to the patient. മരുന്ന് കുടിക്കാനാട്ടോ, മരുന്ന് കുടിക്കാൻ സമയമായിട്ടുണ്ട്, മരുന്ന് കുടിക്കാം. Be sure of the purpose of giving medicine. ഇപ്പം എന്തിനാണ് മരുന്ന് കഴിക്കുന്നത്? പാരസിറ്റമോൾ ആണ് കഴിക്കുന്നത്. പനി ഉണ്ടല്ലോ, പനി കുറയാനും വേദന കുറയാനും വേണ്ടിയിട്ടാണ്. Check the nurse's record when the last dose was given. അവസാന ഡോസ് തന്നിരിക്കുന്നത് 6 മണി രാവിലെയാണ്, 6 hourലെയാണ്. ഇപ്പോൾ 12 മണിയായിട്ടുണ്ട്. ഇപ്പോൾ മരുന്ന് കുടിക്കാൻ സമയം. Check for any contraindication. വൊമിറ്റിംഗ് എന്തെങ്കിലും ഉണ്ടോ? ഛർദി? കുഴപ്പമൊന്നുമില്ലല്ലോ. Check the nature and method of administration. വായിലൂടെ ഞാൻ മരുന്ന് തന്നാൽ കുടിക്കാൻ കഴിയുമോ? Check that the patient is able to swallow. വായിലൂടെ ഞാൻ മരുന്ന് തന്നാൽ അത് ഇറക്കാൻ കഴിയില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. Assist the patient to sitting position. നമുക്കൊന്ന് ഇരിക്കാം. Protect the patient's clothing with a towel. ചെക്ക് ലിസ്റ്റ് 1 അവസാനിച്ചിരിക്കുന്നു. അടുത്തതായി ചെക്ക് ലിസ്റ്റ് നമ്പർ 2 പേഷ്യൻറ്റിൻ്റെ ആർട്ടിക്കിൾ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടത്. ആദ്യം ക്ലീൻ ട്രേ, ടവൽ 1, മെഡിസിൻ ഗ്ലാസ് or ounce glass 1, a glass of drinking water, duster or towel, mortar and pestle. മെഡിസിൻ പൊടിച്ചുപയോഗിക്കാനാണിത് ഉപയോഗിക്കുന്നത്. കിഡ്നി ട്രേ 1, scissors 1, medicine card, ട്രേ പ്രിപ്പറേഷൻ കഴിഞ്ഞു. അടുത്തതായി ചെക്ക് ലിസ്റ്റിൽ ടിക്ക് ചെയ്യണം. നെക്സ്റ്റ് read the physician's prescription and enter it in the medicine card.
ചെക്ക് ലിസ്റ്റ് ടിക്ക് ചെയ്യുക. ടേക്ക് ഔട്ട് ദ മെഡിസിൻ ഫ്രം ദ ഷെൽഫ് ആഫ്റ്റർ റീഡിംഗ് ദ മെഡിസിൻ കാർഡ്. മെഡിസിൻ കാർഡ് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ആവശ്യമുള്ള മെഡിസിൻസ് ഷെൽഫിൽ നിന്ന് പുറത്തേക്ക് എടുക്കണം. ടാബ്ലറ്റ്, കഫ് സിറപ്പ്, ടിക്ക് ദ ചെക്ക് ലിസ്റ്റ്. Check the expiry date of the medicine. Check the medicine. Recheck the medicine card. Take out the medicine. മെഡിസിൻ പുറത്തേക്ക് എടുക്കുമ്പോൾ ക്യാപ്സൂൾസ്, ടാബ്ലറ്റ്സ് എന്നിവ സ്ട്രിപ്പിൽ നിന്നും സിസേഴ്സ് ഉപയോഗിച്ച് ആവശ്യമുള്ള യൂണിറ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. കഫ് സിറപ്പ് അല്ലെങ്കിൽ ദ്രവരൂപത്തിലുള്ള മെഡിസിൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ pour the syrups from the side of the bottle away from the label. മെഡിസിൻ്റെ ലേബൽ ഇല്ലാത്ത ഭാഗത്തൂടെ വേണം നമ്മൾ മെഡിസിൻ ഒഴിക്കാൻ. ഔൺസ് ഗ്ലാസ് ഐ ലെവലിൽ പിടിച്ച് മെഷർമെൻറ്റിൻ്റെ ഭാഗത്ത് തമ്പ് നെയിൽ കൊണ്ട് മാർക്ക് ചെയ്തതിന് ശേഷം കണ്ടെയ്നറിൽ നിന്ന് ഔൺസ് ഗ്ലാസ്സിലേക്ക് മെഡിസിൻ ഒഴിക്കുക. ഒരു കാരണവശാലും അധികമായി ഒഴിച്ചു പോയ മെഡിസിൻ തിരിച്ച് കണ്ടെയ്നറിലേക്ക് ഒഴിക്കരുത്. Wipe the mouth of the bottle with a clean duster and close it. മെഡിസിൻ ബോട്ടിലിൻ്റെ മുഖഭാഗം ക്ലീൻ ആയിട്ടുള്ളൊരു ടവൽ ഉപയോഗിച്ച് തുടച്ചതിന് ശേഷം ലിഡ് ഉപയോഗിച്ച് ടൈറ്റായിട്ട് അടച്ചു വെക്കുക. ടിക്കിറ്റ്. പേഷ്യൻറ്റിന് ടാബ്ലറ്റ് കൊടുക്കുന്നതിന് മുൻപായിട്ട് കുടിക്കാൻ വെള്ളം കൊടുക്കണം. മെഡിസിൻ ഓരോന്നായി കഴിക്കാൻ പറഞ്ഞ് പേഷ്യൻറ്റിൻ്റെ കയ്യിൽ കണ്ടെയ്നർ കൊടുക്കുക. ശുചിയുള്ള കൈ കൊടുത്താണ് പേഷ്യൻ്റ് മെഡിസിൻ കഴിക്കേണ്ടത്. അടുത്തതായി കഫ് സിറപ്പ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. പേഷ്യൻറ്റിൻ്റെ മെഡിസിൻ കണ്ടെയ്നറിലേക്ക് ഔൺസ് ഗ്ലാസ്സിൽ നിന്ന് മെഡിസിൻ പകർന്നതിന് ശേഷം പേഷ്യൻറ്റിൻ്റെ കയ്യിൽ കൊടുക്കുക. കഫ് സിറപ്പ് കൊടുത്തതിന് ശേഷം വെള്ളം കൊടുക്കുന്നത് നല്ലതല്ല. ഔൺസ് ഗ്ലാസ് ഉടൻ തന്നെ ബൗൾ ഓഫ് വാട്ടറിലേക്ക്, ഒരു ബൗളിൽ വാട്ടറിൽ ഇട്ട് വെക്കേണ്ടതാണ്. ടിക്ക് ചെയ്യുക. ഗീവ് കംഫർട്ടബിൾ പൊസിഷൻ വിത്ത് ഗുഡ് ബോഡി അലൈൻമെന്റ്. ടിക്ക് ചെയ്യുക. റിമൂവ് ഓൾ ആർട്ടിക്കിൾസ് ടു ദ യൂട്ടിലിറ്റി റൂം. ചെക്ക് ലിസ്റ്റ് ടിക്ക് ചെയ്യുക. വാഷ് ആൻഡ് ഡ്രൈ ഓൾ ദ ആർട്ടിക്കിൾസ്. ഡോക്യുമെന്റേഷനാണ്. റെക്കോർഡ് ദ മെഡിക്കേഷൻ ഗിവൺ ആൻഡ് ഒമിറ്റഡ് ഓൺ ദ നഴ്സസ് റെക്കോർഡ്. നമ്മൾ കൊടുത്ത മെഡിസിൻ പേഷ്യൻറ്റിൻ്റെ നഴ്സസ് നോട്ട്സിലുള്ള ഐഡൻറ്റിഫിക്കേഷൻ പാർട്ട് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഡേറ്റ്, ടൈം എന്നിവ എഴുതിയതിന് ശേഷം
എന്ത് മെഡിസിനാണ് കൊടുത്തത്, എത്ര ഡോസാണ് നൽകിയത്, ഏത് റൂട്ടിലാണ് കൊടുത്തത്, പേഷ്യൻ്റ് അത് ടോളറേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഒമിറ്റ് ചെയ്തോ, ഈ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് റീസൺ ഫോർ അഡ്മിഷൻ, റെക്കോർഡ് എനി റിയാക്ഷൻ ഒബ്സർവ് ആഫ്റ്റർ അഡ്മിനിസ്ട്രേഷൻ. ഏതാനും സമയങ്ങൾക്ക് ശേഷം വീണ്ടും പേഷ്യൻറ്റിനെ വിസിറ്റ് ചെയ്ത് കൊടുത്ത മെഡിസിൻ പേഷ്യൻറ്റിന് എഫക്റ്റീവ് ആയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. ഇതോടുകൂടി ഡോക്യുമെൻറ്റേഷൻ പൂർത്തിയാവും. ഓറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിസിനിൽ പ്രധാനപ്പെട്ട 2 മെത്തേഡ്സ് ആണ് സബ്ലിംഗ്വൽ അഡ്മിനിസ്ട്രേഷനും ബക്കൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിസിൻസ്. സബ്ലിംഗ്വൽ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് നോക്കാം. അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിസിനിലെ ഒരു മെത്തേഡായ സബ്ലിംഗ്വൽ അഡ്മിനിസ്ട്രേഷൻ്റെ ചെക്ക് ലിസ്റ്റ് എന്താണെന്ന് നോക്കാം. അതെങ്ങനെയാണ് ചെയ്യുന്നത്. സബ്ലിംഗ്വൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ നാവിനടിയിൽ ടാബ്ലറ്റ് വെച്ച് അലിയിച്ചിറക്കുന്നതാണ്. സ്റ്റെപ്പ് 1, the patient should be placed in a sitting position. ഇരിക്കാം. Take the checklist. The patient place medication under the tongue at least 10 minutes. ഈ മെഡിസിൻ ഒന്ന് നാവിൻ്റെ അടിയിൽ 10 മിനിറ്റ് ഒന്നും കൊണ്ടുവരണം. Take the checklist. Take the checklist. Advise the patient to not open the mouth, eating, drinking, talking. ഈ 10 മിനിറ്റ് ഹോൾഡ് ചെയ്ത് വെക്കുന്ന സമയത്ത് വായ തുറക്കാൻ പാടില്ല കേട്ടോ, സംസാരിക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കരുത് കേട്ടോ. Take the checklist. Shift the tablets to a different position under the tongue if necessary. നാവിനടിയിൽ പേഷ്യൻറ്റിന് ടാബ്ലറ്റ് മൂവ് ചെയ്യാൻ പറ്റും. Wait several minutes after dissolving അടുത്തതായി ബക്കൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കേഷൻ എന്താണെന്ന് നോക്കാം. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡ്രഗ് ബൈ ബക്കൽ ക്യാവിറ്റി. അതിൻ്റെ സ്റ്റെപ്സ് പറയാം. ദ ടാബ്ലറ്റ് ഷുഡ് ബി പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ ഗം ആൻഡ് ദ വാൾ ഓഫ് ദ ചീക്ക്. അതായത് ഗമ്മിനും ചീക്കിനും ഇടയിലാണ് ടാബ്ലറ്റ്സ് വെക്കേണ്ടത്. വായ അടച്ചു പിടിക്കണം. ടാബ്ലറ്റ്സ് അലിഞ്ഞു തീരുന്നത് വരെ ഒരു 5 to 10 മിനിറ്റ്സ് നമ്മൾ പേഷ്യൻറ്റിനോട് വായ അടച്ചു വെക്കാനായിട്ട് പറയണം. ഡു നോട്ട് അഡ്മിനിസ്റ്റർ ഫ്ലൂയിഡ് അണ്ടിൽ മെഡിക്കേഷൻ ഡിസോൾവ്സ്. ബക്കൽ ഏരിയയിൽ വെച്ചിരിക്കുന്ന ടാബ്ലറ്റ് അലിഞ്ഞു തീരുന്നത് വരെ പേഷ്യൻറ്റിന് വായിലൂടെ കുടിക്കാനായിട്ടോ കഴിക്കുവാനായിട്ടോ ഒന്നും കൊടുക്കരുത്. ഗവൺമെന്റിന്റെയും ഇടയിൽ ടാബ്ലറ്റ് വെച്ച് കൊടുക്കുന്നതിനാണ് പറയുക. അതുകൊണ്ട് ജസ്റ്റ് പരിചയപ്പെടാം. സ്റ്റെപ്സ്. നമ്പർ 1, the tablet should be placed between the gum and the wall of the cheek. With the mouth closed, the tablet should be held in this position for 5 to 10 minutes or until it has dissolved. 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ കവിളിന്റെയും മോണയുടെയും നടുക്കായിട്ട് ഒന്ന് പ്ലേസ് ചെയ്യാം. Take the checklist. Do not administer fluid under medication dissolved. അലിഞ്ഞു തീരുന്നത് വരെ വായ തുറക്കാനോ വെള്ളം കുടിക്കാനോ സംസാരിക്കാനോ പാടില്ലെന്ന് പേഷ്യന്റിനോട് അഡ്വൈസ് ചെയ്യുക. ഇന്ന് മിസ് എടുത്ത ക്ലാസ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. വീടുകളിൽ സേഫായിരിക്കുക. നന്ദി. അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിസിൻ എന്ന പ്രൊസീജിയർ ഇവിടെ അവസാനിച്ചു. ഞാൻ ഭാവന, ഇതെൻ്റെ സുഹൃത്ത് ചെയ്തു. ഞങ്ങളിന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത പ്രൊസീജിയർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രൊസീജിയറായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. താങ്ക് യു.